ആശമാരുടെ സമരത്തെ പിന്തുണച്ചതിന് ബ്ലോഗർക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. പത്തനംതിട്ട സ്വദേശി നീനുവിന്റെ പരാതിയിൽ പന്തളം പോലീസാണ് കേസെടുത്തത്. തൃശൂർ കുന്നംകുളം സ്വദേശി ജനാർദ്ദനെതിരെയാണ് കേസ്. ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു. അത് യാതൊരുവിധ രാഷ്ട്രീയ പ്രേരണയൊന്നുമില്ല. ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. കാര്യം, ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരോട്, സഹപ്രവർത്തകരോട് തോന്നിയ ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവർക്ക് ന്യായമായ അവകാശങ്ങൾ കിട്ടണം എന്നുദ്ദേശിച്ചിട്ട വീഡിയോകളായിരുന്നു. അതിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള വളരെയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരമായ സമയത്ത് അതിന് ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ആശാ വർക്കർമാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കമൻസുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നു തുടങ്ങി. അതുപോരാതെ തന്നെ വ്യക്തിഹത്യയും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് വിവരങ്ങളിലെ ഈ ഇത്തരം ആശാവർക്കർമാരെ പിന്തുണയ്ക്കുന്നവർക്കെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്. അതേസമയം ഈ സമരത്തെ പിന്തുണച്ചതിന് ബ്ലോഗർക്ക് നേരെ സൈബർ ആക്രമണം തുടർച്ചയായി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിവരങ്ങൾ. കേസെടുത്തിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണമാണ് പത്തനംതിട്ട സ്വദേശിയായ ബ്ലോഗർ നീനുവിന് നേരിടേണ്ടി വന്നത്. വ്യാപകമായി പാർട്ടിയെയും ഒപ്പം തന്നെ ഭരണകൂടത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ നടത്തിയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീനുവിന്റെ ബ്ലോഗുകൾക്കിടയിലും അസഭ്യ വർഷങ്ങൾ നിറഞ്ഞ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. നീനുവിന്റെ കുടുംബത്തെ അടക്കം മോശപ്പെടുത്തുന്ന രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളായിരുന്നു ഈ ബ്ലോഗിന് താഴെ ആ കമന്റുകളായി വന്നത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകാൻ നീനു തയ്യാറെടുത്തത്. നീനുവും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. കുറച്ചധികം വർഷങ്ങളായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആശാ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു 3 ബ്ലോഗുകൾ നീനു തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഈ ആദ്യത്തെ 2 ബ്ലോഗുകൾക്കും അടിയിൽ നിറയെ പ്രതികരണങ്ങൾ ഉണ്ടായി. വ്യാപകമായിട്ട് അത് പ്രചരണം നേടി. അതിന് ധാരാളം നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വരികയും ചെയ്തു. പക്ഷേ ഈ 2 ബ്ലോഗുകളും ഉടൻ തന്നെ ഈ ധാരാളമായിട്ടുള്ള സൈബർ ആക്രമണത്തിലൂടെ റിപ്പോർട്ട് അടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും ഇവർ ഈ സൈബർ പോരാളികൾ, സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ നടത്തുകയും ചെയ്തിരുന്നു. ആ 2 വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം 3ാമത് ഒരു വീഡിയോ കൂടി നീനു ഈ ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അതിനടിയിലും നിരവധി ഇത്തരത്തിലുള്ള അസഭ്യ വർഷങ്ങൾ നിറഞ്ഞ കമന്റുകൾ വരികയും അത് ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് CPM അനുകൂല സംഘടനകളും CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമാണ് വ്യാപകമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നീനുവിന് നേരിടേണ്ടി വന്നത്. അത് വ്യക്തിഹത്യ, കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ അധിക്ഷേപം നടത്തുന്ന രീതിയിൽ, തീർത്തും വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള കമന്റുകൾ ഇതിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്, സൈബർ ആക്രമണം രൂക്ഷമായപ്പോഴാണ് നിയമ നടപടികളിലേക്ക് നീങ്ങാൻ നീനു തയ്യാറെടുക്കുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. നിരവധി ആളുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് നീനു പോലീസിനെ സമീപിച്ചത്. അതിൽ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുന്നംകുളം സ്വദേശി ജനാർദ്ദനൻ എന്നയാൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ നിരവധിയായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന്, നിരവധി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് നീനുവിന് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്, അസഭ്യ വർഷങ്ങൾ നേരിടേണ്ടി വന്നത്. ഒരു സ്ത്രീ ആണ് ഈ വ്ളോഗർ എന്നുള്ള പരിഗണന പോലും നൽകാതെ തീർത്തും വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്ന, കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നു ഈ സമരത്തെ എതിർക്കുന്ന വിഭാഗത്തിൽ നിന്നും, CPM പ്രവർത്തകരിൽ നിന്നും, CPM അനുകൂല സംഘടനകളിൽ നിന്നും, ഒപ്പം ഭരണകൂടത്തെ പിന്താങ്ങുന്ന ആളുകളിൽ നിന്നും, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിൽ നിന്നുമൊക്കെ നീനുവിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയും വ്ലോഗുകൾ ചെയ്യും, ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കും. അത് രാഷ്ട്രീയപരമായല്ല, തന്റെ വ്യക്തിപരമായി തനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യമെന്ന രീതിയിൽ ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം ചെയ്തുകൊണ്ട് ഇനിയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കും. അതിനെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ, അസഭ്യം നിറഞ്ഞ രീതിയിൽ, തീർത്തും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നീനു അറിയിക്കുന്നത്. ശരി.